യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മതപരിവർത്തനത്തെ ബജ്രംഗദളും ബി ജെ പിയും ഒക്കെ ഭയപ്പെടുന്നത് ന്യായമായ കാരണങ്ങൾ തന്നെയാണെന്ന് ചിന്തിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അത് ക്രൈസ്തവർ ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്, കത്തോലിക്കർ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ 30 കൊല്ലത്തോളം സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. ഈ പ്രസംഗത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സുവിശേഷവൽക്കരണത്തെ ബി ജെ പി സംഘപരിവാറോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പാശ്ചാത്യ മ്ലേച്ഛതകൾ ഇവിടെ നടപ്പിലാക്കി ഇന്ത്യയുടെ നല്ലതായ സംസ്കാരത്തെ അധപ്പതിപ്പിച്ച് നശിപ്പിച്ച് കളയും എന്ന ഭയപ്പാട് കൊണ്ടാണ്. ആ പാശ്ചാത്യ രീതിയിലുള്ള തുണിയെടുക്കാത്ത സംസ്കാരവും അത് സ്വർഗ വിവാഹവും അതുപോലെയുള്ള നിരവധിയായ മ്ലേച്ഛതകളും ഇവിടെ അഴിഞ്ഞാടും എന്നതുകൊണ്ടാണ്. അങ്ങനെ ഭയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അത് നിഷേധിക്കാനാവുമോ? മംഗലാപുരത്ത് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കത്തോലിക്ക യുവതികളെയും യുവാക്കളെയും അവിടെയുള്ള പബ്ബുകളിൽ RSSകാരും അതുപോലെ ഹൈന്ദവ സംഘടനകളും അടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. RSSകാർ ക്രൈസ്തവരെ ആക്രമിച്ചു എന്ന രീതിയിൽ മതപരമായ ഒരു അക്രമമായി അതിനെ കാണരുത്. ഈ ഇന്ത്യൻ സംസ്കാരം പൊതുവെ ലോകത്തിൽ നല്ല നിലവാരത്തിൽ നിൽക്കുന്ന സംസ്കാരമാണ്. അങ്ങനെ ഉള്ള ഇന്ത്യൻ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന ദുർനടപ്പുകാരാണ് ക്രൈസ്തവരെന്ന് അവരുടെ മുമ്പിൽ തോന്നലിടയാക്കിയത് ആരാ? അങ്ങനെ പോകുന്ന കുട്ടികളെ അവർ തല്ലുന്നതിന് മുമ്പ് നമ്മൾ കയറി തല്ലണമായിരുന്നു. മാതാപിതാക്കൾ തല്ലണമായിരുന്നു. KCYM അതുപോലെയുള്ള ക്രൈസ്തവ സംഘടനകൾ തല്ലണമായിരുന്നു. മെത്രാന്മാരെ നടപടിയെടുക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഹൈന്ദവർക്ക് RSSകാർക്ക് നമ്മുടെ കുട്ടികളെ അടിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ വൃത്തികേടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ സുവിശേഷം കേട്ട് മനസ്സാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നാൽ ഇവിടെ പാശ്ചാത്യ വൾഗർ കൾച്ചർ ഇറക്കാൻ, വളരെ മ്ലേച്ഛമായ സംസ്കാരം ഇവിടെ പ്രചരിപ്പിക്കാനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? പറഞ്ഞ കാര്യം, വെസ്റ്റേൺ കൾച്ചറിൻ്റെ മാലിന്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കുമെന്ന ഭയപ്പാടിലാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷ ഹൈന്ദവരും സുവിശേഷത്തെ വെറുക്കുന്നത്, നമ്മളെ വെറുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, നമ്മളൊരു ഭീകരരൂപിയായി പിശാചായി അവർ മനസ്സിലാക്കുന്നതിന് കാരണം നമ്മൾ തന്നെയാണെന്ന് പറയണം. ആ നിലയിൽ നമ്മൾ ഭീകരരൂപം ഒന്ന് മാറ്റി നമ്മളൊരു മാലാഹ രൂപത്തിലേക്കാകണം, സ്വയം ശുദ്ധീകരിക്കണം. നമ്മൾ ഈ സാധാരണ പത്രങ്ങളിൽ കാണുന്ന വാർത്ത മാത്രം നോക്കിയാൽ പോരാ. ഹൈന്ദവ പ്രസിദ്ധീകരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കാൻ നോക്കണം, പതിവായിട്ടല്ലെങ്കിലും. ആ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ ഇവരുടെ ആശങ്കകൾ ഇവർ പങ്കുവെക്കുന്നതും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് നിഷേധിക്കാനാവുന്നതല്ല. ഈ ജർമ്മനിയിലും അതുപോലെയുള്ള നിരവധി പാശ്ചാത്യ രാജ്യങ്ങളിൽ മെത്രന്മാരില്ലാഞ്ഞിട്ടാണോ, അച്ഛന്മാരില്ലാഞ്ഞിട്ടാണോ നിയന്ത്രിക്കാൻ? അല്ല. 6-ാം പ്രമാണം അവിടെ ഒരു വിഷയമേ അല്ല. മോശമായ വസ്ത്രം ധരിക്കുന്നവരെയോ വഷള ജീവിതം നയിക്കുന്നവരെയോ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർ പള്ളി വരികയില്ല. അപ്പോൾ പള്ളിയിൽ ആൾ കുറയുന്നു. പള്ളിയിൽ കുറയുന്നു എന്നതിൻ്റെ പേരിൽ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചു വിട്ടു. അവിടെ പള്ളിയിൽ ആൾക്കൂട്ടം എത്ര കൂടുന്നു അതനുസരിച്ചാണ് ഗവൺമെൻറ് ഇന്ന് പള്ളിക്ക് ഗ്രാൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ വിവാഹം കഴിക്കാതെ താമസിക്കുന്ന കൂടി താമസക്കാർ, അതുപോലെ സ്വർഗ്ഗ വിവാഹം ധാരാളം പേര്, പകുതിയോളം പേരൊക്കെ അങ്ങനെ നടക്കുന്നവർ, അവരൊക്കെ ഒന്നും കൂദാശ കൊടുക്കില്ലാത്തത് കൊണ്ട് അവർ പള്ളി വരാതായതോടെ പള്ളിക്ക് വരുമാനം കുറവ്, ആൾക്കൂട്ടം കുറവ് എന്നൊരവസ്ഥ വന്നു. ഈ വരുമാനക്കുറവ്, ആൾക്കൂട്ടത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ ആ മെത്രന്മാർ ചെയ്തത് ഈ കൂദാശ വിലക്ക് മാറ്റണം. സ്വർഗ്ഗ വിവാഹം കഴിച്ചവരെന്താ, അത് ദൈവികമായ ദിവ്യമായ ലൈംഗികതയിലെ അസ്വാഭാവികത എന്താണുള്ളത് എന്നൊക്കെ ചോദിച്ച് അവർക്കും കൂദാശ കൊടുക്കണമെന്ന് പറയുന്നു. ഇത് നിരവധി അച്ഛന്മാർ പറഞ്ഞ മാത്രമല്ല, മെത്രാന്മാർ പറഞ്ഞതാണ്. 2015 നടന്ന കുടുംബ സിനഡിനിടയിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായി സംബന്ധിച്ച് ജർമ്മൻ മെത്രാന്മാരുടെ നേതൃത്വത്തിലുള്ള നിരവധി മെത്രാന്മാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നീതി എന്നൊരു ഓമന പേരിൽ ഇത് കൊണ്ടുവന്നു, ഇങ്ങനെ ആവശ്യം കൊണ്ടുവന്നു. അങ്ങനെ സ്വർഗ്ഗ വിവാഹക്കാർക്കും കൂദാശ കൊടുക്കണം, വിവാഹം വേറെ പിരിഞ്ഞ് വേറെ വിവാഹം കഴിച്ചവർക്ക്, കൂടി താമസക്കാർക്ക്, ഇങ്ങനെ എല്ലാവർക്കും കൂദാശകൾ കൊടുക്കണം, മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കത്തോലിക്ക സഭയിലെ ഭൂരിപക്ഷം മെത്രാന്മാരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കണം. ആ കുടുംബ സിനഡിൽ വലിയ ആകുല പ്രശ്നങ്ങളായിരുന്നു. കത്തോലിക്ക സഭയിൽ ആദ്യഘട്ടം അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചു. 3-ാം വട്ട വോട്ടിങ്ങിലാണ് ആഫ്രിക്കൻ മെത്രാന്മാരും അമേരിക്കൻ മെത്രാന്മാരും ഇന്ത്യൻ മെത്രാന്മാരുമൊക്കെ പ്രത്യേകമായി പ്രവർത്തിച്ചു, വലിയ സംഘടിതമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഭൂരിപക്ഷം അവർക്ക് 3-ാമത്തെ വോട്ടിംഗ് കിട്ടാതെ വന്നത്. അതുകൊണ്ടാണ് അത് നടപ്പിലാക്കാതെ പോയത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അവിടെയുള്ള മെത്രാന്മാർ ആളുകൾ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നത് പോലെ ഇവിടെയുള്ള മെത്രാന്മാരും അത് ഭയപ്പെടുന്നു. അങ്ങനെ അത് ഭയപ്പെട്ടിട്ട് ആ പാശ്ചാത്യ മ്ലേച്ഛ സംസ്കാരം ഇവിടെ എത്തിക്കാൻ നോക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി രൂപതയിലെ യുവജനങ്ങളുടെ സമ്മേളനത്തിലാണ് പിതാവ് പറഞ്ഞത്, നേരിട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ പ്രേമിച്ചുകൊള്ളൂ, അതാരും കുറ്റമായിട്ട് കാണേണ്ടതില്ല എന്ന്. മാങ്ങോട്ട് ഇടവകയിലും ഇത് പ്രസംഗിച്ചിരുന്നു. പിതാവ് പറഞ്ഞ കണക്ക് എന്താണ്? 4200 പേരാണ് 35 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ ജീവിത പങ്കാളി ലഭിക്കാത്തവർ. 150 പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ പ്രേമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? പ്രേമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമെന്നാണെങ്കിൽ 150 × 28 4200.
ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ 28 പേര് വേണ്ടി വരും. 28 പേര് കൂടി പ്രേമിച്ചാൽ ഒരാൾക്കല്ലേ കെട്ടാൻ പറ്റുള്ളൂ. ഈ പ്രശ്നം മാത്രമാണോ ഇപ്പോൾ നിൽക്കുന്ന ഈ 35-ൻ്റെ പ്രശ്നമാണോ? 25 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരുടെ വിവാഹം ആലോചിക്കുന്നവരുടെ കണക്കെടുത്താലും പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്. ഈ 2 പേരെ 3 പേര് ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് പ്രശ്നം പരിഹരിക്കാനാണോ? ഏതെങ്കിലും ആയി തോന്നി പറയാൻ പാടുണ്ടോ? പ്രശ്നത്തിൻ്റെ ബേസിക് കാരണം കണ്ടെത്തണത്തിൽ സ്ത്രീധനം വലിയ ഭാരമായി തോന്നി അനേകരെ കണ്ണീര് കുടിച്ച് ജീവിതം തൊലഞ്ഞു പോയ സാഹചര്യത്തിൽ സ്ത്രീധനത്തിനെതിരെ ഒരു രൂപതയും പറയുന്നില്ല. അതിൻ്റെ ഫലമാണ് സ്ത്രീ ജന്മങ്ങൾ ഭാരമാണെന്ന് കരുതി പലരും പെൺകുട്ടികളെ കൊന്നു കളയുന്നത്. അബോർഷൻ വർദ്ധിച്ചു, പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നുള്ള പ്രധാന പ്രശ്നം. സ്ത്രീധനം തടയാൻ, സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാൻ നിരവധി പേരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ എല്ലാവരും നേരെ കയറി പ്രേമിച്ചോ എന്ന് പറയുന്നത് എത്രയോ ദയനീയമായ സ്ഥിതിയാണ്. നമ്മൾ മാത്രമല്ല, പൊതുസമൂഹത്തിൽ എത്ര പേര് ചർച്ച ചെയ്തു. BJPയുടെ പല ചാനലുകൾ, എത്രയോ ചാനലുകൾ ഈ വിഷയം എഴുതിയിട്ട് ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു എഴുതി. സാധാരണ മാതിരി പാമ്പ്ളാനിപ്പേത ഇത് സംബന്ധിച്ച് കാറ്റഗിസം 12ാം ക്ലാസ്സിൽ പഠിക്കാൻ തലശ്ശേരി രൂപതയിൽ ഇറക്കിയ പുസ്തകം സത്യം അറിയണമെന്ന പേരിൽ ഇറങ്ങിയ പുസ്തകത്തിൽ ടീനേജ് കുട്ടികളോട് പ്രേമിക്കണമെന്നാണ് പറഞ്ഞത്. പ്രേമിച്ച് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രേമിച്ചേ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വഷളത്വം പറഞ്ഞ പിതാവ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. ഈ ഇത്ര നാളായിട്ടും അത് വിട്ടിട്ടില്ല. അന്ന് അച്ഛനായിരുന്നപ്പോൾ എഴുതിയതാണ്, മെത്രാനാകുന്നതിന് മുമ്പ് അച്ഛനായിരുന്നപ്പോൾ എഴുതിയതാണ്. 10 കൊല്ലം മുമ്പ് എഴുതിയ ആ നിലപാട് ഇന്നും ഒരു മാറ്റമില്ല. ചാൻസ് കിട്ടിയപ്പോൾ വീണ്ടും പ്രേമിക്കാൻ പറഞ്ഞത് എന്ത് വൃത്തികെട്ട കാര്യമാണ് ഇത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അച്ഛനാകാനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ അവരോടും പ്രേമിച്ചേ പറ്റുമെന്ന് ആ പുസ്തകത്തിൽ എഴുതി. അത് എഴുതി വെച്ചിരിക്കുകയാണ്. ബെനഡിക്റ്റും കൊളാസ്റ്റിക്കയും വിശുദ്ധർ അവർ പ്രണയത്തിലായിരുന്നു. വിശുദ്ധ അസീസിയും ക്ലാരയും പ്രണയത്തിലായിരുന്നു. ഇങ്ങനെ ഒത്തിരി പേരെ എഴുതി വെച്ച്. വിശുദ്ധ ജെയിംസ് എന്താളും ഫ്രാൻസിസ് സാലസും പ്രണയത്തിലായിരുന്നു എന്നൊക്കെ വെറുതെ ബ്ലണ്ടർ ശുദ്ധ അസംബന്ധം എഴുതി വെച്ചേക്കുന്നത്. അതൊരു പ്രസംഗത്തിൽ പറഞ്ഞാൽ 500 1000 പേരെ കേൾക്കുകയുള്ളൂ. പറഞ്ഞത് അങ്ങനെയല്ല. അച്ഛന്മാരും മെത്രന്മാരും ഇവിടെ മറ്റ് സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവർക്കും വായിക്കാൻ രീതിയിൽ പുസ്തകമാക്കി ഇറക്കിയപ്പോൾ അതിൻ്റെ വായനക്കാരെല്ലാവരും പ്രേമിക്കാൻ പ്രേരണ ലഭിക്കുകയാണ്. ആ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളും എന്താ ഈ പുസ്തകത്തിലൂടെ പിതാവ് പറയുന്നത്? പ്രേമിക്കാൻ. ഈ അവസരം മുതലെടുത്തുകൊണ്ട് വഷളത്വം പകർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം പശ്ചാത്തലം പറഞ്ഞു വന്ന കാര്യം വെസ്റ്റേൺ കൾച്ചറിൻ്റെ മാലിന്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കുമെന്ന ഭയപ്പാടിലാണ് ഇവിടുത്തെ ഹൈന്ദവർ നമ്മളെ വെറുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊരു ഭീകരരൂപിയായ പിശാചായി അവർ മനസ്സിലാക്കുന്നതിന് കാരണം നമ്മൾ തന്നെ. ആ നിലയിൽ നമ്മൾ ഭീകരരൂപം ഒന്ന് മാറ്റി സ്വയം ശുദ്ധീകരിക്കണം. അവിടുത്തെ മെത്രാന്മാർ അന്നൊന്ന് ശ്രദ്ധിച്ചില്ല, ഇവിടെ ഇന്നും ശ്രദ്ധിക്കുന്നില്ല. ഉള്ള മെത്രാന്മാരും എല്ലാവരും വഷളാക്കാൻ നോക്കുന്നു. ചീത്തകളായ വൃത്തികെട്ട മനഃപൂർവ്വം വൃത്തികേടുകൾ ചെയ്ത ക്രിമിനലുകളായ അച്ഛന്മാരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെയാണ് ശുദ്ധീകരിക്കണം. വ്യക്തി സ്വഭാവം മാറാൻ തീരുമാനിച്ചൊരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടാൽ വ്യക്തി ശുദ്ധീകരണമായി. പക്ഷേ സഭാ ശുദ്ധീകരണമോ ഒരു സംഘടന ശുദ്ധീകരണമോ അങ്ങനെയല്ല. അച്ഛന്മാർക്ക് ചേരാത്ത രീതി ജീവിക്കുന്ന രഹസ്യ ഭാര്യയും മക്കളും അതുപോലെയുള്ള വൃത്തികേടുകളും സ്ത്രീപീഡനവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന അച്ഛന്മാർ നിരവധിയുണ്ട്. അവരെ പുറത്താക്കണം. അങ്ങനെ പുറത്താക്കി ഈ സമൂഹത്തെ ശുദ്ധീകരിക്കണം. ഈ ഏതെങ്കിലുമൊക്കെ സാധാരണക്കാർ വിവാഹം കഴിക്കാതെ രജിസ്റ്റർ വിവാഹം കഴിച്ച് താമസിക്കുക, കൂടി താമസം, 2 ഭാര്യമാർ, ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുദാശ വിലക്കാണ്. കുദാശ വിലക്ക് രേഖാമൂലം എഴുതി കൊടുക്കുകയല്ല. കുമ്പസാരിക്കാൻ പോലും അവർക്ക് അവകാശമില്ല ആ വിലക്ക് മാറുന്നത് വരെ. എന്നാൽ വൃത്തികെട്ട രീതിയിൽ ജീവിച്ച് രഹസ്യ ഭാര്യമാരുമായി താമസിക്കുന്ന ചില അച്ഛന്മാർ രജിസ്റ്റർ വിവാഹം കഴിച്ചവരാണ്. അവർ ഭാര്യ മക്കളുള്ളവരാണ്. അത് എത്രമാർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളവർക്ക് കുമ്പസാരിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥയാണ്. അവർ കൂദാശ പരികർമ്മം ചെയ്യുന്നു, അവർ വിവാഹം ആശീർവദിക്കുന്നു, മാമോദിസ കൊടുക്കുന്നു, പൗരോഹിത്യം കൊടുക്കുന്നു. ആ പൗരോഹിത്യം സാധുവാണോ? ആ മാമോദിസ സാധുവാണോ? വിവാഹം സാധുവാണോ? ആ വിവാഹവും തുടർന്നുണ്ടായ മക്കൾ മാമോദിസയും സാധുവല്ലെങ്കിൽ അവർ പൗരോഹിത്യം സ്വീകരിച്ചാൽ അത് സാധുവാകും. മെത്രാന്മാർ അവരെ വിലക്കിയിട്ടില്ലെങ്കിലും അവർ സ്വയം കൂദാശ വിലക്കിൽ പെട്ടുപോയവരല്ലേ? അവിടെ കുർബാനയിൽ ലഭിക്കുന്നത് യേശുവിനെയാണോ അല്ലെങ്കിൽ ആരെയാണ്? ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ വിലട്ടുന്നുണ്ട്. അവിടെയും കാര്യം എന്താണ്? വിട്ടുവീഴ്ച. ജർമ്മനിയിലെ മെത്രാന്മാർ വിട്ടുവീഴ്ച ചെയ്തതുപോലെ ഇവിടെയും വിശുദ്ധിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥിതി മാറിയേ പറ്റുള്ളൂ. ആ നിലയിൽ നമ്മൾ ഭീകരരൂപം ഒന്ന് മാറ്റി നമ്മളൊരു മാലാഹ രൂപത്തിലേക്കാകണം. സ്വയം ശുദ്ധീകരിക്കണം. നമ്മളൊരു മാലാഹ രൂപത്തിലേക്കാകണം.